ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു തോരനാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. റാഡിഷ് കൊണ്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് റാഡിഷ്. ഇത് ഞാൻ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം. ഒന്നിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ക്യാരറ്റൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒരു സവാള. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റാഡിഷും മുരിങ്ങയിലയും കൂടെ ചേർന്നിട്ട് ഒരു ഹെൽത്തി തോരനാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ റാഡിഷ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം, ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് പോകണ്ട, എന്നാലും ഒരുവിധം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറവാണെങ്കിൽ മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. സവാള ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാടൊന്നും പോണ്ട. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു ചെറിയ സ്മെല്ല് വരും, അതിൻ്റെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴണ്ടൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റാഡിഷ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമൊന്നും കൊടുക്കണ്ട. നമുക്ക് ഈ റാഡിഷ് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അടച്ചു വെക്കാൻ പാടില്ല. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ മൂടി വെക്കാനായിട്ട്. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ആവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റാഡിഷൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, കുറച്ച് സമയം മതി, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം.
ഈ മുരിങ്ങയില വേവാൻ അധികം സമയമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് വെന്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പയറാണ് ചേർക്കേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തൊക്കെ നമുക്ക് തോരനുണ്ടാക്കാം. ഇനി ഇതൊന്ന് വാടട്ടെ, നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇല ഒന്ന് വാടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇതൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് മതിയെങ്കിൽ അതും കുറച്ച് ചേർത്താൽ മതി. ഇനി മുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതേ നമ്മുടെ അരപ്പ് ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തോരൻ ഒരുപാടൊന്നും അരക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ എല്ലാം കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വാടി കാണാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഉണ്ടോ, മുരിങ്ങയില ആകുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ച് ഒരു 2 മിനിറ്റ് തികച്ച് വേണമെന്നില്ല. ഈ അരപ്പ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിനു വേണ്ടി ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതൊക്കെ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. തീ ഒന്നും കൂട്ടാൻ പാടില്ല. ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. മുരിങ്ങയില കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ആയിപ്പോയത്. കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം കേട്ടോ. അത് വാടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉണ്ടാവും. നല്ല ഹെൽത്തി തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ ചെയ്താൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിനിപ്പോൾ കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയായിരുന്നു. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലൊരു ഇൻട്രോ ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒഴുകി വരാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാനങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ ആ ഒരു കൊലത്തിൽ തന്നെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.